ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കറിയൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു അരിയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി അളന്നിട്ടുള്ള അതേ ആ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൊത്തത്തിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റൊരു വിസിലിനാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അരിയുടെ മാറ്റത്തിനനുസരിച്ചിട്ട് വിസിൽ 1ഓ 2ഓ വേണ്ടി വരും. അപ്പോൾ ഏതരിയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാകുമേ. ഇപ്പോൾ ദാ 1 വിസിലിന് തന്നെ ഇതിവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവിയൊക്കെ മുഴുവനായും പോയതിന് ശേഷമാണ് കേട്ടോ കുക്കർ ഓപ്പൺ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മസാലയും കൂടെ റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മസാല ചെയ്തെടുക്കുന്നത്. പാത്രം ചൂടാകുന്ന ടൈമിൽ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സവാളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകുമേ. ഇനി ഈ ഒരു സവാള വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എന്താ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചത്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറഞ്ഞ അളവിലാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് തന്നെ മതിയാകുമേ. ഇനി ഇതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം മൊത്തത്തിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇതേ രീതിയിലൊന്ന് ചിക്കി പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റൈസ് ഇത്തിരി എരിവോട് കൂടെ വേണമെന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആയിക്കഴിഞ്ഞാൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇത്തിരി സ്പൈസി ആക്കി തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചോറ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ അതൊന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മൊത്തത്തിലൊന്ന് മിക്സാക്കി ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. കറിയുടെ ഒന്നും ഒട്ടും ആവശ്യമില്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈ ഒരു റൈസ് സ്കൂളിലേക്ക് ആയിക്കഴിഞ്ഞാലും ഓഫീസിലേക്ക് ആയിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്